അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, നല്ല മക്കള്. മാഷാ അല്ലാഹ്, നമുക്കേ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങാം. നമുക്ക് എന്താ തുടങ്ങുന്നത്? അക്ഷരങ്ങൾ നല്ല രസകരമായിട്ട് പഠിക്കാം കേട്ടാ. കുഞ്ഞു മക്കളുണ്ടല്ലോ അല്ലേ? ഇന്ന് ആദ്യമായിട്ട് വന്നവരില്ലേ? ആദ്യമായിട്ട് വന്നവരെന്ന കൈവൊക്കെ. നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു ക്ലാസ് ഞാൻ എടുക്കാൻ പോവാ ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരു പാട്ട് പാടട്ടെ. പാട്ട് ഇഷ്ടമാണോ? ഞാൻ ഒരു പാട്ട് പാടാൻ പോവാ. ആദ്യമേ ആ പാട്ട് ഓർത്തിരിക്കണം കേട്ടാ. അല്ലാഹനെയാണ് എനിക്കിഷ്ടം, 5 നേരം അതോർത്തില്ലേ നഷ്ടം. ഒന്ന് പാടിയേ. അല്ലാഹനെയാണ് എനിക്കിഷ്ടം, 5 നേരം അതോർത്തില്ലേ നഷ്ടം. മുത്തുനബിയോടാണ് എൻ്റെ സ്നേഹം. എന്താണ്? മുത്തുനബിയോടാണ് എൻ്റെ സ്നേഹം, മുത്തിൻ നന്മകളാണ് എൻ്റെ സർവം, മുത്തിൻ നന്മകളാണ് എൻ്റെ സർവം. അപ്പൊ രണ്ടുപേരുടെ പേരാ നമ്മൾ പറഞ്ഞ. ആരാണ്? അള്ളാഹുവും മുത്തുനബിയും. അള്ളാഹുവിനെയും മുത്തുനബിയെയും നമ്മൾ സ്നേഹിക്കണ്ടേ? ആ സ്നേഹത്തിന്റെ അടയാളമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരും റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നവരും 5 നേരം നിസ്കരിക്കും. 5 നേരം സ്നേഹമുള്ളവരെ ചെയ്യത്തുള്ളൂ നിസ്കാരം. മനസ്സിലായോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആരെയാ? അള്ളാഹുവിനെയും റസൂലിനെയും, ഇല്ലയോ? നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നില്ലയോ? അങ്ങനെ നിസ്കരിച്ചില്ലെങ്കിലോ വലിയ നഷ്ടമാ. നമുക്ക് 2 ലോകം ഉള്ളത്, ഈ ലോകവും പരലോകവും. ഈ ലോകവും ദുനിയാവും ആഖിറവും. എന്താ പറയും? ആഖിറവും അല്ലെ? 2 ലോകം നമുക്ക് നഷ്ടപ്പെടും. എന്തില്ലെങ്കിൽ? നിസ്കരിച്ചില്ലെങ്കിൽ. എന്തില്ലെങ്കിലാ? നിസ്കരിക്കണം, അള്ളാഹയെ സ്നേഹിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം. ആരെ സ്നേഹിക്കണം? അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണ്ടേ? ഉമ്മയും വാപ്പയും അല്ലേ? ഖുർആനൊക്കെ പഠിക്കുന്ന ആരെ സ്നേഹിക്കുന്നവരാ? അള്ളാഹയെ സ്നേഹിക്കുന്നവരാ. ഖുർആൻ പഠിക്കുന്നതും ദിക്ർ ചൊല്ലുന്നതും സലാത്ത് ചൊല്ലുന്നതും ഒക്കെ ആരെ സ്നേഹിക്കുന്നവരാ? അള്ളാഹുവിനെ. ഇനി ഞാനൊരു പാട്ടുകൂടെ പാടുക. മാതാപിതാക്കളാരാണ്? പോറ്റി വളർത്തിയതവരാണ്. ഗുരുനാഥന്മാരാരാണ്? വിദ്യ തരുന്നത് അവരാണ്. മൂത്തവർ വാക്കുകൾ എന്താണ്? മൂത്തു പഴുത്ത കനിയാണ്. ബഹുമാനിക്കുക നാം അവരെ, ബഹുകേമന്മാരായിടുവാൻ. നമ്മൾ പാട്ടി പറഞ്ഞ എന്താണെന്നറിയോ? മാതാപിതാക്കൾ ആരാണ്? നമ്മളെ പോറ്റി വളർത്തിയതാ. ഗുരുനാഥന്മാരാരാണ്? ഉസ്താദന്മാരും ടീച്ചർമാരും മാഷന്മാരൊക്കെ ആരാ? നമുക്ക് അറിവ് പകർന്നു തരുന്നവരാ. സ്കൂളിലെ ടീച്ചറും മാഷൊക്കെ ഇല്ലയോ? അവരെയും ബഹുമാനിക്കണം, മാതാപിതാക്കളെയും ബഹുമാനിക്കണം. പിന്നെ ആരെ ബഹുമാനിക്കണം? ടീച്ചർമാരെ, ഉസ്താദന്മാരെ എല്ലാരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഇല്ലയോ? അതേപോലെ മൂത്തവർ വാക്കുകൾ എന്താ? മൂത്തവർ വാക്കുകള് നമ്മളെക്കാണി മൂത്തവരെന്തൊക്കെ പറഞ്ഞു തരുന്നില്ലയോ? അവര് പറയുന്ന നമ്മൾ കേൾക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം കേട്ടാ. അപ്പൊ ഒരു പാട്ട് പഠിച്ചില്ലേ? പാട്ട് പഠിച്ചില്ലയോ? ഇനി നമ്മൾ അക്ഷരങ്ങൾ പഠിക്കാൻ പോവാ. അക്ഷരങ്ങള് പഠിക്കാൻ പോവാ. മാഷാ അല്ലാഹ്, നോക്കിക്കോണം കേട്ടാ. വേണ്ടേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവരെ ശ്രദ്ധിക്കണേ. ഈ അല്ലേ? ഈ ഊ പഠിച്ചില്ലയോ? ഇനി ഒരു അക്ഷരം കൂടെ പഠിക്കാൻ പറ്റാ. എന്താണ്? അലിഫിന് 10 എന്താവും അറിയോ? എന്താവും? ഹംസാവും. എന്താവും? ഹംസ എന്ന് പറയും. ഹംസ എവിടുന്നാ വരുന്നത് അറിയോ? നമ്മൾ പാട്ടിലൂടെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹംസേ ഹംസേ നീ എവിടെ, ഹൽക്കിനകത്ത് ഞാനുണ്ട്, ഹൽക്കിനകത്ത് നീ എവിടെ, ഹൽക്കിൻ താഴെ അറ്റത്ത്,
ഒന്ന് പുറത്തു വരാമോ നീ, ഞാനിത വന്നു. അ അ അ എന്താ ഹംസ എവിടുന്നാ വരേണ്ടത്? തൊണ്ടയുടെ താഴെ അറ്റത്തുനിന്ന്. എവിടുന്നാ വരേണ്ടത്? അപ്പൊ ഞാൻ ഈ പറഞ്ഞ പാട്ടൊന്ന് പാടാം. ഹംസേ ഹംസേ നീ എവിടെ എന്ന് പറയാ. ഹൽക്കിനകത്ത് ഞാനുണ്ട്. ഹൽക്ക് എന്ന് പറഞ്ഞ എന്തുവാ? തൊണ്ട. അപ്പൊ ചോദിക്കുന്ന ഹൽക്കിനകത്ത് നീ എവിടെ? ഹൽക്കിൻ താഴെ അറ്റത്ത്. ഒന്ന് പുറത്തു വരാമോ നീ, ഞാനിത വന്നു. അ അ അ എന്താ അങ്ങനെ പറയണ ഇത്. അ ഇ ഉ അ ഇ. അ ഇ ഉ അ ഇ. അടുത്ത അക്ഷരം നോക്കിക്കോണേ. ബ ബി ബു ബ. ബ ബി ബു ബ. ബ എന്ന് പറഞ്ഞു നോക്ക്. ബ ബി ബ. ബ ബി ബു ബ. ആ ആ ഇ ഊ എന്നല്ല ഇങ്ങനെ പഠിക്കാം. ആ ഉ ഇ അ. ആ ഇ ഉ അ. അങ്ങനെ പറയാം. ഇങ്ങനെ പറയാം. ഇങ്ങനെ പറയാം. ബാബു ബി ബ. അല്ല ബാബു ബി ബ. അങ്ങനൊക്കെ ഒരുപാട് രീതികൾ പഠിപ്പിച്ചു തരാനാ.